നമസ്കാരം. തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിന് ശേഷം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് കാസ. കാസയുടെ പ്രവർത്തനമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തിച്ചതെന്ന പ്രചരണവും ആരോപണവുമാണ് UDFും LDFും ഒരുപോലെ ഉയർത്തുന്നത്. എന്താണ് കാസ? എന്താണ് കാസയുടെ അജണ്ട? കാസയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കാസയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ജേക്കബ് നെൽസനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ പ്രേക്ഷകർക്കും കുറച്ചധികം എനിക്കും മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് കാസ? കാസ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ, അതായത് കേരളത്തിലെ ക്രൈസ്തവർ വിവിധ സഭകളായിട്ട് ആണ്. അവർ ആരാധനാക്രമം മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ട് വിവിധ വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കത്തോലിക്കർ, യാക്കോബൈറ്റ്, ഓർത്തഡോക്സ്, ലൂഥറൻ സഭ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് ഉള്ള സഭകളാണ് കേരളത്തിലുള്ളത്. ഈ സഭകൾക്കെല്ലാം തന്നെ അവരവരുടേതായ സംഘടനകളുമുണ്ട്. ഇതെല്ലാം അവരവരുടേതായ ഏരിയയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ക്രൈസ്തവരുടെ പൊതുവായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് രൂപീകൃതമായ ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത്. കേരളത്തിലെ 18-ലധികം സഭകളിലുള്ള വിശ്വാസികൾ ചേർന്ന് രൂപീകൃതമായ, അവരെല്ലാം ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് കാസ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അംഗങ്ങളെ എടുക്കാറുള്ളൂ. ഉദാഹരണത്തിന് ക്രിസ്തുവിനെ ഏക ദൈവമായിട്ട് വിശ്വസിക്കുന്ന ക്രൈസ്തവർ, അതുപോലെ ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ക്രൈസ്തവർ, മൈ നേഷൻ മൈ ഫെയ്ത്ത്, എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം എന്നതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് അതേസമയം വിശ്വാസത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇത് ഏതെങ്കിലും ഒരു സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നതല്ല. നമ്മൾ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാംപ്ലാനി പിതാവ് എടുത്തു പറഞ്ഞു കാസ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല എന്ന്. കാസ ഒരു സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ കേരളത്തിലെ പൊതുവായ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടുന്നത് ഇപ്പോൾ കാസ മാത്രമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ? കറക്റ്റ്. കാസ ക്രൈസ്തവരുടെ പൊതുവായ സാമുദായികമായ വിഷയങ്ങളിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ദേശീയതയിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനം, അതുകൊണ്ടായിരിക്കുമോ ഈ മറ്റ് ഇടതു വലത് മുന്നണികൾ നിങ്ങൾ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ ഏജന്റുകളായി അവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ പറയുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തോടുള്ള ആ ഒരു ഭക്തി, വിധേയത്വം, ഒരു കൂറ്, ഇതൊക്കെയാണ് മുന്നിൽ നിന്ന്. അതോടൊപ്പം നമ്മുടെ ദൈവവിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം കൂടെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. ഇവിടെ ക്രൈസ്തവർ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു വോട്ട് ബാങ്കായി പരിഗണിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് UDFിൻ്റെ വോട്ട് ബാങ്കായും കുറച്ച് പേര് LDFിൽ. അപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ക്രൈസ്തവരുടെ വോട്ട് ഞങ്ങൾക്ക് തന്നെ പോരും എന്നൊരു ധാരണ അവർക്ക് പ്രബലപ്പെട്ടിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ. അത് കാരണം തന്നെ ക്രൈസ്തവരുടെ പല ആവശ്യങ്ങളും അവഗണിക്കപ്പെട്ടിരുന്നു. നിരന്തരമായി നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ പോലും അവർ പരിഗണിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് ശക്തമായി ഇടപെടുകയും ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളും നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക. അതായത് ന്യൂനപക്ഷം എന്ന രീതിയിൽ ഒരു വിഭാഗത്തെ മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാണ് നിങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം. അതെ, ആക്ഷേപമല്ല, അതാണ് അതിന്റെ വാസ്തവം. അതെ, ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ബുദ്ധമതം, ജൈനർ, സിഖ് ഇത്രയും ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് എന്നൊരു നിർവചനം ഇങ്ങനെ അറിയാതെ വന്നു പോയിട്ടുണ്ട്. അത് കാരണം തന്നെ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും മറ്റ് അവകാശങ്ങളും എല്ലാം ഇപ്പോൾ നമുക്കറിയാം 80-20 എന്ന് പറയുന്ന
ഒരു അനുവാദം, അങ്ങനെയാണ് ഇവിടെ വിഭജിക്കപ്പെട്ട് പോയിരിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പല പദ്ധതികളും അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗോപ്യമായിട്ട് അവർ നടത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ കണ്ടുപിടിക്കുകയും അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുകയും അതുപോലെ ക്രൈസ്തവർക്ക് ഇതുപോലെ വരുന്ന കാര്യങ്ങൾ ദൂരവ്യാപകമായി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു പഠനവും നമ്മൾ നടത്തി. നേരത്തെ തന്നെ ജനങ്ങളെ അറിയിച്ച് പല കാര്യങ്ങളും ജനങ്ങളിൽ നേരത്തെ എത്തിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ഈ UDF LDFന്റെ ഈ ഒരു അവരുടെ എതിർപ്പിന് അവരുടെ അസംതൃപ്തിക്കും അസ്വസ്ഥതയ്ക്കും കാരണം. പ്രധാനമായും കേരളം, പ്രത്യേകിച്ച് കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം ലവ് ജിഹാദാണ്. ലവ് ജിഹാദിന്റെ ഒരു ഇരകളായി മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ മാറിയത് നമുക്കറിയാം കൂടുതലും ക്രൈസ്തവ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. അത് എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങളെങ്കിലും അത്തരത്തിൽ സംഘപരിവാർ പറയുന്ന രീതിയിൽ ഉണ്ടായ അനുഭവങ്ങളുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സോണിയ സെബാസ്റ്റ്യൻ ആണെങ്കിലും നമ്മുടെ ജേക്കബ്, അതെ, അത്തരത്തിലുള്ള ആളുകൾ ക്രൈസ്തവ വിഭാഗത്തു നിന്നും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ മതം മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. തുടക്കം ലവ് ജിഹാദിൽ നിന്നായിരുന്നോ കാസയുടെ ഒരു തുടക്കം? നമ്മൾ കാസ സ്ഥാപിതമാകാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒരു സംഭവമാണ്. അതിനു മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടപ്പോൾ കേരളത്തില് പ്രത്യേകിച്ച് എറണാകുളത്തുകാരുടെ ഒരു വൈകാരികമായ ആഘോഷമാണ് അവിടെ പാപ്പ കത്തിക്കൽ, ന്യൂ ഇയറിനോടനുബന്ധിച്ച്. ആ ഒരു ചടങ്ങ് പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ അന്ന് അവിടെ ഒരു ഹർത്താൽ നടന്നായിരുന്നു. അത് നമ്മുടെ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഘടിതമായ ആസൂത്രിതമായ ശ്രമമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ന് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ സംഘടിച്ചിരുന്നു. അവരാണ് കാസയുടെ ഒരു വിത്ത് ഇട്ടതെന്ന് പറയാം. അവിടെ നിന്നാണ് സംഘടനയ്ക്കൊരു രൂപം വന്നത്. അന്ന് കാസ എന്ന പേരില്ല, പക്ഷേ കാസയുടെ ഒരു ബേസിക് ഫോം അവിടെ രൂപപ്പെട്ടു. അപ്പോൾ എറണാകുളത്തു നിന്നാണ് ഇതിന്റെ ജനനം. എക്സാക്ട്ലി. അതിനുശേഷം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് കൂടെ വന്നപ്പോൾ അന്ന് ശരിക്കും കേരളത്തിലെ ക്രൈസ്തവർ മാത്രമല്ല കേരള സമൂഹം തന്നെ ഭയപ്പെട്ടു പോയി. ഇത്തരം ഒരു സംഭവം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഭീകരമായ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനിയും ഉണ്ടാകാം എന്നൊരു തിരിച്ചറിവ്. അതുപോലെ ക്രൈസ്തവർ പ്രതിരോധത്തിലായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സഭ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തെ ആശയപരമായും ആയുധം വെച്ചിട്ടല്ല, ഞങ്ങൾ ആയുധം എടുക്കാറില്ല. അതേസമയം ആശയപരമായും നിയമപരമായും ഒക്കെ പ്രതിരോധിക്കാൻ ഒരു സംഘടന വേണം, ഒരു കൂട്ടായ്മ വേണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ കാസ രൂപീകൃതമാകുന്നത്. അതിനുശേഷം നമ്മൾ സാമുദായികമായ പല വിഷയങ്ങളിലും ക്രൈസ്തവരും വിശ്വാസങ്ങളും ക്രൈസ്തവ മതമേലധ്യക്ഷന് പ്രത്യേകിച്ച് വൈദികർ, സന്യസ്തർ, ക്രൈസ്തവ സഭാസ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ നേരിടുന്ന വെല്ലുവിളികളെ ഞങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെടുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാവുന്നത് നിസ്കാരം ആവശ്യപ്പെട്ടുകൊണ്ട് അതെ ആ കോൺവെന്റിനും സ്കൂളിനും അടുത്ത് തന്നെ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്. അവിടെ ഒന്നും പോകാതെ കോൺവെന്റിലേക്ക് തള്ളിക്കയറി അവിടെ നിസ്കരിക്കണം എന്നാവശ്യപ്പെടുകയും ബഹളം ഉണ്ടാക്കുകയും കന്യാസ്ത്രീകളെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ പലർക്കും ഭയമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ. പക്ഷെ കാസ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതിനു വേണ്ട ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഇതൊന്നും ഒറ്റപ്പെട്ടതല്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ആവശ്യമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു. അപ്പം ഇങ്ങനെയുള്ള നിരവധിയായ സംഭവങ്ങൾ
ഞങ്ങൾ ഈ പാലാ ബിഷപ്പിനെതിരെ വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ SDPIയുടെ ഭാഗത്തുനിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നതടക്കം നടന്നു കഴിഞ്ഞിട്ട് പോലും ആ സമയത്തും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന UDFന്റെ നേതാക്കൾ പോലും കൃത്യമായി പ്രതികരിച്ചിരുന്നു. ഇല്ല, UDF നേതാക്കൾ ഇപ്പോൾ പാലാ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞാൽ, പാലാ ബിഷപ്പ് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് അത് പൊതുസമൂഹത്തോടല്ല വിളിച്ചു പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന വിശ്വാസികളോട് ജാഗരൂകരായിരിക്കാൻ, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ജാഗരൂകരായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് നാർക്കോട്ടിക് ജിഹാദ്. അപ്പൊ ആ വാക്ക്, ജിഹാദ് എന്ന വാക്ക് വന്നപ്പോൾ ഇവർക്ക് അസ്വസ്ഥതയുണ്ടായി. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കേരളത്തിലെ മദ്യനയം അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും ഇത് പറയാൻ വേണ്ടി. ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ച് പോയി, അടുത്ത മന്ത്രിസഭ പിണറായി സർക്കാർ വരുന്ന സമയത്ത് കേരളത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 800-ലധികം ബാറുകളായി. രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ 800-ലധികം ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവർ പറയുന്ന ഒരു ന്യായം, മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ ഇവിടെ വ്യാജമദ്യം പ്രചരിക്കുകയും ലഹരിയുടെ വ്യാപനം വർദ്ധിക്കുകയും ചെയ്യും എന്നൊരു ന്യായത്തിൻ്റെ പുറത്താണ് ഇത്രയധികം ബാറുകൾക്ക് ഇവരിപ്പോഴും ലൈസൻസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും മദ്യം ഇവിടെ സുലഭമായിട്ട് ഒഴുക്കിയിട്ടും ലഹരിയുടെ ഉപയോഗത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഏതാണ്ട് ദിവസേന എന്നോണം നമ്മൾ ലഹരി പിടിച്ചെടുക്കുന്ന വാർത്തകൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു MLAയുടെ മകൻ പോലും ആ കേസിൽ അകത്തായിരുന്നു. കഞ്ചാവൊക്കെ വിട്ട് ഇപ്പോൾ യുവതലമുറ MDMA പോലെ വളരെ മാരകമായ ഇതിലാണ്. അപ്പൊ ഇത്തരം വിഷയം, ഇത് കരുതലോടെ ഇരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തൻ്റെ വിശ്വാസികൾക്ക് കൊടുത്തപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മതം വളർത്താനും അവർ ഉപയോഗിക്കുന്നു, അതൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ്. ഇത് ഞാൻ കാസയുടെ ഒരു പോസ്റ്റ് ഈയിടെ ഫേസ്ബുക്കിൽ കണ്ടത്. അതായത് നിങ്ങൾ പല കേസുകളും എടുത്ത് കൃത്യമായി ഓരോ സംഭവങ്ങളായി എടുത്ത് കൊണ്ട് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് MDMA പിടിക്കപ്പെടുന്നു, ഈ ആണിന്റെ പേര് ഒരു പ്രത്യേക മത വിഭാഗം, കൂടെയുള്ള പെൺകുട്ടി ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഇങ്ങനെ 100ഓളം കേസുകൾ കാസയുടെ പേരിൽ വന്നൊരു പോസ്റ്റാണ്. അപ്പം ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണോ നിങ്ങൾ നടത്തുന്നത്? അതെ, ഞങ്ങൾ തീർച്ചയായിട്ടും, നമുക്കൊരു ഡാറ്റാ ബാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന വാർത്തകൾ സാമുദായികം, നമ്മുടെ സമൂഹത്തിന് പ്രസക്തമായ പല വാർത്തകൾ, ഇൻക്ലൂഡിങ് വന്യജീവി ആക്രമണം, അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ അതിന് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്ന കാര്യം, ഇത്തരം വാർത്തകളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. ഈ ഇടവകകളിൽ ഇപ്പോഴും ഇത്തരത്തിൽ ലവ് ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസ മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇടവകകളിൽ നമുക്ക് അങ്ങനെ കാസയ്ക്ക് മുന്നിട്ടിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാസ സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല. അപ്പം നമുക്കൊരു ഇടവകയിലോട്ട് നേരെ കയറി ചെന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇടവകകൾക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്. അവിടെ KCYM, മാതൃവേദി, പിതൃവേദി, ഇതുപോലുള്ള ഓരോ സഭയ്ക്കും അവരുടേതായ സംഘടനകളുണ്ട്. അവർ വഴി ഞങ്ങൾ വേണ്ട ഇൻപുട്സ് കൊടുത്ത് നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക്, അവർക്കാണ് കുറച്ചുകൂടെ ഓരോ ഇടവക ജനത്തിലും ഈ തുടക്കത്തിൽ കാസ പറഞ്ഞ കാര്യങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അല്ലേ? അത്ര പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഒരു സമീപനം മാറിയോ? സമീപനം മാറി വരും. ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, മാറി വരുന്നുണ്ട്. ഒത്തിരി ആളുകളിലേക്ക് അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ ചിന്താധാരയിൽ അവർ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ പലതും, അതിന് പുറത്തേക്ക് പോയി കാര്യങ്ങൾ കാണണം, ഇങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു, പ്രധാനമായും മറ്റു രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു ആ രീതിയിലാണ് നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ. മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യം പോലും പലരും ഇത് കണ്ടിട്ട് ഓക്കെ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണല്ലോ, വിട്ടുകളയാം, നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കില്ല എന്ന കംഫർട്ട് സോണിൽ ഇരുന്നപ്പോൾ
അതങ്ങനെയല്ല. ഞങ്ങൾ ഈ പറയുന്ന ഡാറ്റാ ബാങ്ക് ഒക്കെ കളക്ട് ചെയ്ത് ഇത് പലയിടത്ത് ഇത് നടക്കുന്നുണ്ട്, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഡാറ്റയും കൊണ്ട് ആദ്യം ഒരു അൺസെറ്റിൽമെന്റ് ഉണ്ട് ഇവർക്ക്. അതിന്റെ ഒരു അസ്വസ്ഥതയാണ് ഞങ്ങൾക്ക് എതിരെ ഉണ്ടായ സമീപനം. സമീപനം.